പെരിയ വാർത്തയിലേക്ക് തന്നെ കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലക്കേസിൽ വിധി വന്നിരിക്കുകയാണ്. ആദ്യ 14 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. 10 പേരെ വെറുതെ വിട്ടു. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞെന്നും കോടതി നിരീക്ഷിച്ചു. ഇപ്പോൾ വാർത്തയിൽ പ്രതികരണവുമായി പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുന്നു. 2 ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ, ഇതിനപ്പുറം പാർട്ടിക്ക് എന്ത് ഇൻവോൾവ്മെന്റ് ആണ് വേണ്ടത്? ഇനിയും പണ്ട് വാടിക്കൽ രാമകൃഷ്ണനെ കൊന്നതുപോലെ പോളിറ്റ് ബ്യൂറോ മെമ്പർ നേരിട്ടിറങ്ങി നടത്തുന്ന കൊലപാതകങ്ങൾ മാത്രമേ പാർട്ടി കൊലപാതകമായിട്ട് അംഗീകരിക്കത്തുള്ളൂ എന്നൊരു തീരുമാനം, രാഷ്ട്രീയ തീരുമാനം CPM-നകത്തുണ്ടോ? ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ വലിയ പിന്തുണ കിട്ടിയില്ലേ? ഇനിയെങ്കിലും ആ പണം CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ നാട്ടിൽ വോട്ട് ചെയ്യുന്ന ജനങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിബദ്ധതയുണ്ടെങ്കിൽ ആ കോടതിയിൽ ചെലവഴിച്ച പൊതുഖജനാവിലെ പണം തിരിച്ചടയ്ക്കേണ്ട ആ പാർട്ടി, തിരിച്ചടയ്ക്കാനുള്ള ബാധ്യത ആ പാർട്ടിക്കില്ലേ? നിങ്ങളിന്ന് ചോദിക്കേണ്ട ചോദ്യം അതാണ് മുഴുവൻ CPM-ന്റെ നേതാക്കന്മാരോടും. പൊതുഖജനാവിൽ നിന്ന് പണം എടുത്തിട്ട് CBI കൊണ്ടുവരാതിരുന്നു. പക്ഷേ എന്നിട്ട് എന്താ സംഭവിച്ചത്? CBI വന്നതാണ് ശരിയെന്ന് ഇന്ന് നീതിപീഠം തന്നെ പറയുകയല്ലേ. അതിനകത്ത് CPM-ന് എന്താ പറയാനായിട്ടുള്ളത്? ഇത് CPM നടത്തുന്ന കൊലപാതക രാഷ്ട്രീയത്തിന് സർക്കാർ ഫണ്ടിന്റെ മാൻഡേറ്റ് കൂടി കൊടുത്ത് ജയിലിലടക്കം ചെയ്തു കൊടുക്കുന്ന സൗകര്യങ്ങളെ പറ്റി നമുക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. ഒരു പാർട്ടി, നാട് ഭരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടി പറയുക നിങ്ങൾ ആളെ കൊന്നോളൂ, സംരക്ഷണമായി ഞങ്ങളുണ്ട്, അതിന് പൊതുഖജനാവിൽ നിന്ന് പണമെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന അതിക്രൂരമായ സാഹചര്യമാണ് കേരളത്തിൽ നിലവിലുള്ളത്. അതിനൊക്കെതിരെ ഉണ്ടായ വിധിയാണിത്. അതാ ഞാൻ പറഞ്ഞത്, തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, 14 പ്രതികൾ മാത്രമല്ല, CPM-ന്റെ കൊലപാതക രാഷ്ട്രീയവും ശ്രീ പിണറായി വിജയന്റെ കൊലയാളികളെ സംരക്ഷിക്കൽ രാഷ്ട്രീയവും കൂടിയാണ് ഇവിടെ ശിക്ഷിക്കപ്പെടുന്നത്. സർക്കാരിന്റെ സഹായം പരമാവധി ഉണ്ടായതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ കേസിനകത്ത് ഞാൻ സൂചിപ്പിച്ചല്ലോ, മുൻ MLA കുഞ്ഞിരാമനെ ശിക്ഷിക്കപ്പെട്ടിരിക്കുക. നിങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ കേസ് ഫയൽ എടുത്ത് നോക്കൂ, നിങ്ങൾ ലോക്കൽ പോലീസിന്റെ കേസ് ഫയൽ എടുത്ത് നോക്കൂ, അതിനകത്ത് കുഞ്ഞിരാമൻ പ്രതിയല്ല. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും പ്രതിയല്ലെന്ന് പറയുന്ന ആളെ ശിക്ഷിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ അന്വേഷണം ഏത് വിധേനയായിരുന്നു? 1 തൊട്ട് 8 വരെയുള്ള പ്രതികൾ എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷനിൽ ഡയറക്റ്റായി പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകളാണ്. ബാക്കി 6 പേരാരാണ്? രാഷ്ട്രീയമായ നിർദ്ദേശം കൊടുത്തവർ, ഗൂഢാലോചനയിൽ പങ്കുള്ളവർ, അതെല്ലാം രാഷ്ട്രീയ നേതൃത്വമല്ലേ? 1 തൊട്ട് 8 വരെയുള്ള ആളുകൾ മാത്രമാണ്. അതിനകത്തിന്റെ രാഷ്ട്രീയ നേതാവുണ്ട്. CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം കൊലപാതക രാഷ്ട്രീയത്തിൽ പ്രത്യക്ഷമായി പങ്കെടുക്കുകയല്ലേ, ആളെ കൊല്ലാൻ നിൽക്കുകയല്ലേ. പോളിറ്റ് ബ്യൂറോ മെമ്പർ തൊട്ട് ലോക്കൽ കമ്മിറ്റി അംഗം വരെ കൊല്ലുന്നൊരു പാർട്ടിയായ പാർട്ടി മാറുകയല്ലേ. കുഞ്ഞിരാമൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുൻ MLA-യോട് പറയാനായിട്ടുള്ളത്, ഈ ശരത്തിനും കൃപേഷനുമുണ്ട് അമ്മയും പെങ്ങളും അച്ഛനുമൊക്കെ. ആ അമ്മയും പെങ്ങളും അച്ഛനുമൊക്കെ കഴിഞ്ഞ 6 വർഷക്കാലമായി അവരുടെ കുടുംബത്തിന്റെ ഒരു നാടിന്റെ താങ്ങായ ചെറുപ്പക്കാര് അതിദാരുണമായി അകാരണമായി കൊല്ലപ്പെട്ടതിന്റെ പ്രയാസത്തിലാണ്. അതിനേക്കാൾ വലിയ വിഷമമൊന്നും കുഞ്ഞിരാമന്റെ കുടുംബത്തിന് ഉണ്ടാകുന്നില്ല. ആ വിഷമം കുഞ്ഞിരാമന്റെ കുടുംബം അങ്ങ് സഹിച്ചാൽ മതി. അവസാനത്തെ വാതിൽ വരെ എത്തിയെന്നുള്ള അഭിപ്രായം നമുക്ക് ആർക്കുമില്ലല്ലോ. ഇതിനകത്തൊക്കെ ഒരു കാര്യം ആലോചിച്ചു, ഈ കൊലപാതകമെല്ലാം ഒരേ സ്വഭാവത്തിലല്ലേ നടക്കുന്നത്? ആളുകൾ മാത്രമല്ലേ മാറുന്നുള്ളൂ. TP എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത്? TP കൊല്ലപ്പെടുന്ന മാതൃകയിൽ തന്നെയല്ലേ ശരത്ലാലും കൃപേഷും കൊല്ലപ്പെടുന്നത്? TP കൊല്ലപ്പെടുന്നത് എവിടെയാണ്? TP കൊല്ലപ്പെടുന്നത് ഒഞ്ചിയത്താണ്. ശരത്ലാലും കൃപേഷും കൊല്ലപ്പെടുന്നത് പെരിയയിലാണ്. ഷുഹൈബ് കൊല്ലപ്പെടുന്നത് മട്ടന്നൂരിലാണ്. ഷുക്കൂർ കൊല്ലപ്പെടുന്നത് കണ്ണൂരിലാണ്. ഈ സ്ഥലങ്ങൾ മാറുമ്പോഴും കൊലപാതകത്തിന്റെ സ്വഭാവവും അത് എക്സിക്യൂട്ട് ചെയ്യുന്ന വിധവും അതിനകത്തെ കോൺസ്പിറസിയും അതിനകത്ത് പ്രതികൾ സംരക്ഷിക്കപ്പെടുന്ന ഇടങ്ങളുമെല്ലാം ഒന്നു തന്നെയാകുമ്പോൾ ഈ കൊലപാതക രാഷ്ട്രീയത്തിന് ഇപ്പൊ CPM-ന്റെ ബഹുജന സംഘടനകളെ പറ്റി നമുക്കറിയാമല്ലോ. ഇപ്പൊ DYFI-യെ പോലെ, അവരുടെ മഹിളാ സംഘടനകളെ പോലെ, SFI-യെ പോലെ ഒരു പോഷക ബഹുജന സംഘടനയായി ഈ കൊലയാളി സംഘം മാറുകയാണ്. ആംഗത്തിന് ഇപ്പോൾ അവരുടെ ബഹുജന സംഘടനകൾക്കൊക്കെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കന്മാരാണല്ലോ ചുമതലക്കാർ. ഈ കൊലയാളി സംഘം എന്ന ബഹുജന സംഘടനയുടെ ചുമതലക്കാരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. ഒരേ മാതൃകയുള്ള കൊലപാതകങ്ങൾ ഉണ്ടാകുന്നതും ഒരേ തരത്തിൽ അവർ സംരക്ഷിക്കപ്പെടുന്നതും അതുകൊണ്ടാണ്. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ വിധിയിൽ പ്രതികരിക്കുകയായിരുന്നു പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ.
CPM-ന്റെ കൊലപാതക രാഷ്ട്രീയമാണ് ശിക്ഷിക്കപ്പെട്ടതെന്നും വിധിയിൽ വെറുതെ വിട്ടവർക്കെതിരെയുള്ള നിയമ പോരാട്ടം തുടരും എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. CPM-ന്റെ കൊലപാതക രാഷ്ട്രീയം ബഹുജന സംഘടനകളെ വെച്ചുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന കൊലപാതക രാഷ്ട്രീയത്തിന് ലഭിച്ച ശിക്ഷ കൂടിയാണ് വിധി എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിപ്രായപ്പെട്ടത്. ക്രിസ്മസ് പരീക്ഷാ ചോദ്യക്കടലാസ് ചോർന്നതിൽ MS സൊല്യൂഷനിലെ 2 അധ്യാപകർക്ക് വീണ്ടും നോട്ടീസ്. ക്രൈംബ്രാഞ്ചാണ് ചോദ്യം